യൂദിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നബൂഖദ്നേസറും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസീറിയക്കാരെ ഭരിക്കുന്ന നബൂഖദ്നേസറിന്റെ 12-ാം ഭരണവർഷം ആയിരുന്നു അത്. അർഫക്സാദ് രാജാവ് എഗ്ബത്തനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എഗ്ബത്തനയുടെ ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരത്തിൽ അടിത്തറയിൽ 60 മുഴം വീതിയിൽ ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നു പോകാനും കാലാൾപ്പടയുടെ നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബൂഖദ്നേസർ രാജാവ് റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ് സൈന്യത്തോട് ചേർന്നു. അസീറിയക്കാരുടെ രാജാവായ നബൂഖദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ദമാസ്കസ്, ലെബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്രതീര പ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലെയാദ്, ഉത്തര ഗലീലി, വിശാലമായ എസ്ദ്രയേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയയിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലേം വരെയും ബദനി, കെലൂസ്, കാദഷ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, റാംസെസ് എന്നിവിടങ്ങളിലും താനീസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷന്റെ പ്രദേശങ്ങൾ മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യരുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശം അയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബൂഖദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശമെല്ലാം നബൂഖദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്യ, ദമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മോവാബ് നിവാസികളെയും അമ്മോൻ ജനതയെയും യൂദയിലും ഈജിപ്തിൽ ഇരു കടലുകളുടെയും തീരങ്ങളിൽ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ശബ്ദം ചെയ്തു. 17-ാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എഗ്ബത്താനിയയിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി അവൻ അർഫക്സാദിനെ റഗാവു പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവേയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു.